നമസ്കാരം. കളമശ്ശേരി പോളിടെക്നിക്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കേസിൽ അറസ്റ്റിലായ അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ പോളിടെക്നിക് കോളേജ് ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കഞ്ചാവ് പിടികൂടിയ കേസിൽ വൻ പോരാണ് ഇപ്പോൾ നടക്കുന്നത്. താൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെന്നും തന്നെ കുടുക്കിയതാണ് എന്നും അഭിരാജ് ആരോപിക്കുന്നുണ്ട്. ക്യാമ്പസിൽ പോലീസ് എത്തിയ ഉടൻ KSU ഭാരവാഹികളായ ആദിലും അനന്തവും ഒളിവിൽ പോവുകയും ചെയ്തു. എന്നിട്ടും അവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കേസ് എടുത്തില്ല എന്നാണ് SFIയുടെ വിമർശനം. എന്നാൽ ഒളിവിൽ പോയിട്ടില്ലെന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് KSU. വിദ്യാർത്ഥികളായ ആദിലും അനന്തവും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി ആകാശിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതേസമയം ലഹരി ഉപയോഗിക്കില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SFI ആരോപണങ്ങളെ തള്ളുകയാണ് പോലീസ്. അറസ്റ്റിലായവർ കേസിൽ പങ്കുള്ളവർ തന്നെയാണ് എന്ന് പോലീസും ആവർത്തിക്കുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ പിടികൂടിയത്. തൃക്കാക്കര ACP ബേബിയാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചിട്ടാണ് റെയ്ഡ് നടത്തിയത്. കൃത്യമായ ആസൂത്രണങ്ങൾക്കൊടുവിലായിരുന്നു റെയ്ഡ്. അതുകൊണ്ടാണ് പ്രതികളെ കൃത്യമായി പിടികൂടാൻ സാധിച്ചത്. എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. നിലവിൽ പിടിയിലായവർക്ക് കേസുമായി കൃത്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ പിടികൂടിയത്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അടക്കം കേസിൽ പങ്കുണ്ട് എന്നും കോളേജ് അധികാരികളെ രേഖാമൂലം അറിയിച്ച ശേഷമാണ് പരിശോധന നടന്നത് എന്നും പോലീസ് പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അർദ്ധരാത്രിയാണ് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. 2 കിലോയോളം കഞ്ചാവാണ് റെയ്ഡിൽ പിടികൂടിയത്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം 3 വിദ്യാർത്ഥികളെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത്. SFI നേതാവും പോളിടെക്നിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമാണ് അറസ്റ്റിലായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്. അഭിരാജിനൊപ്പം പിടിയിലായത് അഭിരാജിന്റെ മുറിയിൽ തന്നെ താമസിക്കുന്ന ആദിത്യൻ, താഴത്തെ നിലയിൽ താമസിക്കുന്ന ആകാശ് എന്നിവരാണ്. അഭിരാജിന്റെയും ആദിത്യന്റെയും മുറിയിൽ നിന്ന് 9.7 ഗ്രാം കഞ്ചാവും ആകാശിന്റെ മുറിയിൽ നിന്ന് 2 കിലോയ്ക്ക് അടുത്ത് കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് എന്ന് പോലീസ് പറഞ്ഞു. റെയ്ഡിൽ അളവ് തൂക്ക ഉപകരണവും കഞ്ചാവ് വലിക്കുന്ന ഉപകരണവും മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പിടിച്ചെടുത്തു എന്നാണ് അന്വേഷണ സംഘം വിശദീകരിച്ചത്. രാവിലെയോടുകൂടി 2 FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. 9.7 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതിന് അഭിരാജിനെയും ആദിത്യനെയും പ്രതിയാക്കി ഒരു കേസും 2 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തതിന് ആകാശിനെ മാത്രം പ്രതിയാക്കി മറ്റൊരു കേസുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 9.7 ഗ്രാം മാത്രം കൈവശം വെച്ച കേസായതിനാൽ അഭിരാജിനെയും ആദിത്യനെയും 9 മണിയോടുകൂടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഹോസ്റ്റലിൽ റെയ്ഡ് നടന്നത് അപ്രതീക്ഷിതമായിട്ടാണ് എങ്കിലും അതിശയമില്ല എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. മാസങ്ങളായി കലാലയത്തിൽ ലഹരിവിരുദ്ധ പോരാട്ടം നടക്കുകയാണ്. തൊട്ടു പിന്നാലെ പോലീസിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി എത്തുകയായിരുന്നു SFI. അതിനിടെ കേസിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. സിറ്റ് ജോയിന്റ് ഡയറക്ടർ ആനി ഇബ്രാഹിമിനെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ലഭിച്ച റിപ്പോർട്ടിൽ യൂണിയൻ ഭാരവാഹി കേസിൽ ഉൾപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് മന്ത്രി ബിന്ദു പറയുന്നത്.